ചെക്ക് പോസ്റ്റ് രാവിലെ 7 മണിക്ക് മാത്രമേ ഓപ്പൺ ആവൂ. വൈകുന്നേരം 5 മണി മാക്സിമം 6 മണിക്ക് ചെക്ക് പോസ്റ്റ് കടക്കണം, തിരിച്ചു കടക്കണം. ഈ സമയത്ത് നമുക്ക് 3 മണിക്കൂർ വൺ സൈഡ് ജേണിയാണ്. പിന്നെ അവിടെ കറങ്ങണം, തിരിച്ച് 3 മണിക്കൂർ വേണം തിരിച്ചിറങ്ങി വരേണ്ടി. 6 മണിക്കൂർ റണ്ണിങ് മാത്രമായിട്ട് വരും. പിന്നെ ചെറിയ റോഡ് ആ ഒരു 6 മണിക്കൂർ നമുക്കൊരു റണ്ണിങ് മാത്രമായിട്ട് പോകുമ്പോൾ നേരത്തെ പോയിട്ട് നെല്ലിയാമ്പതി കടക്കാന്ന് വെച്ചാൽ കഴിയില്ല. 7 മണിക്ക് മാത്രമേ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവും. അപ്പൊ നിങ്ങൾ ഒരു ദിവസം പോയി കിട്ടും. പരമാവധി നെല്ലിയാമ്പതി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ വണ്ടികളിൽ പോകാൻ പറ്റുമോ നോക്കുക. ട്രാവലർ അങ്ങനത്തെ അല്ലെങ്കിൽ അവിടെ പോയി ജീപ്പാക്കി അവിടുന്ന് ജീപ്പാണ് പിന്നെ നടക്കും. ഒന്നതുകൊണ്ട് അത് നെല്ലിയാമ്പതി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് പാലക്കാട് തന്നെ വേറെ സ്ഥലങ്ങൾ വെച്ചാൽ കൊല്ലങ്കോട്, മുതലമട റെയിൽവേ സ്റ്റേഷൻ അറിയാം, ആർക്കും അറിയാം മുതലമട. ബ്രിട്ടൻ സിനിമ ഷൂട്ട് ചെയ്ത് റെയിൽവേ സ്റ്റേഷനാണ് മുതലമട. അവിടെ ഒരു ബസ് പോലെ ഒരു 1.5 കിലോമീറ്റർ നടക്കണം. അങ്ങനെ കൊല്ലങ്കോട് നടന്നിട്ട് കാണാനുണ്ട്. കൊല്ലങ്കോടിലൊരു പ്രസിദ്ധമായ ഗോപാലേട്ടന്റെ ചായക്കടയൊക്കെ. അപ്പൊ ഇതൊക്കെ നടന്നു കാണാനുണ്ട്. പക്ഷെ എല്ലാ സ്ഥലങ്ങളും ഇന്നലെ തിരക്കുള്ള സമയത്ത് നമുക്ക് ബസ്സും കൊണ്ട് പോയിട്ട് അത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടൈം ഇത് വരും. അതെല്ലാം കൊണ്ടാണ് ഈ ചെറിയൊരു രീതിയിലേക്ക് ട്രിപ്പ് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നലെ കൽപ്പാത്തി കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, കുറെ ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഇഷ്ടപ്പെടാതെ ആൾക്കാർ നോക്കോ, ഒരാൾക്ക് മാത്രം ഇഷ്ടപ്പെടാൻ എന്നിട്ടാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തായിരുന്നു. കൽപ്പാത്തി രഥോത്സവം നടന്ന് 1 മാസം വരെ അവിടെ അഗ്രഹാരങ്ങൾ, അവിടെ അന്നേരം കിട്ടുന്ന കുറെ സ്റ്റാളുകളെല്ലായിട്ട് നല്ല രസമുള്ള സ്ഥലമാണ് കൽപ്പാത്തി. അപ്പൊ കൽപ്പാത്തി നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. കാരണം കൽപ്പാത്തി ഒഴിവാക്കിയാൽ നമ്മൾ രാവിലെ എവിടെ പോകും, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ ഒരു ഓർഡറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത് കോട്ട, മൂന്നാമത് ഇഷയിലേക്ക് നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട്. കോട്ടയ്ക്ക് നിന്ന് ഇറങ്ങാനുള്ള ഒരു ഇതായി കുറച്ച്. ഇഷ എല്ലാവരും ഉള്ളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനെല്ലാം കണ്ടില്ല. എല്ലാവരും കണ്ടോ? വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടുണ്ടോ? എത്ര ആൾ കുളിച്ചിട്ടുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? അവിടെ ധ്യാനത്തിന് ഇരുന്നിട്ടുണ്ടോ? ഉള്ളിൽ പിടിച്ചിരുത്തിയിട്ടുണ്ടോ? എത്ര ആള് പിടിച്ചിരുത്തിയിട്ടുണ്ട്? ആരും ഇരുത്തിയില്ല. ഒരു കഴിഞ്ഞൊരു ട്രിപ്പില്, അതായത് ഞാനൊരു ഇത് പറഞ്ഞുതരാം. കഴിഞ്ഞൊരു ട്രിപ്പിന്റെ അകത്ത് 10 മിനിറ്റ് ഇതേപോലെ ആൾക്കാരെ കൂട്ടിയിട്ട് ജസ്റ്റ് കാണിക്കാൻ പോയതാ. മറ്റേ ഓരോ സ്ഥലത്തും ആളിങ്ങനെ നമസ്കാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ലെവലിൽ എല്ലാത്തിനും കൂട്ടി പോയി. അതിനുള്ളിൽ കയറി നോക്കുമ്പോ ആദ്യം പിടിച്ചിരുന്നു തന്നെ. മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നടന്ന് വിട്ടത്. മണിക്കൂർ നടന്ന് വെച്ച് എണീക്കാൻ വരെ വിടൂല. ഞാനത് പറയണമെന്നില്ല, പിന്നെ വെച്ച് പോയി കൊടുങ്ങട്ടെന്ന് വെച്ചിട്ട് പറയായിട്ടാ. അത് ഇന്നലെ കുറച്ച് തിരക്കുകളുണ്ടെന്ന് അവർ അത്ര ഇതാക്കി കഴിഞ്ഞു. കുറച്ച് തിരക്കുകളുണ്ടാവും. അപ്പം അതാണ് ഇഷയിലുള്ള മെയിൻ. പിന്നെ ഇഷയിലുള്ള ലൈറ്റ് കുറച്ച് ആൾക്കാരൊക്കെ മിസ്സായിട്ടുണ്ട്. അബീനെ കൊണ്ട്. അപ്പൊ അബി അടുത്തൊരു 16 ആളെയും കൊണ്ട് ഒരു യാത്ര പ്ലാൻ ചെയ്ത് തരുന്നുണ്ട് അല്ലേ വിജയശായിരിക്കും അതിന്റെ കോർഡിനേറ്റർ. AC വണ്ടി. ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് എന്തുണ്ട്? കുഴപ്പമില്ലല്ലോ. പറഞ്ഞ സമയത്ത് ഫുഡ് കിട്ടിയില്ലേ? അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ആയിട്ടില്ലേ? എന്തായാലും ഉണ്ട്. ആ പോരായ്മകൾ നിങ്ങൾ തുറന്നു പറയല്ലേ വേണ്ടേ? എന്നാലും നമുക്ക് അടുത്തല്ലോ. ഇപ്പൊ ഏകദേശം ഒരു 5 കൊല്ലത്തോളായി രക്ഷോട്ടപ്പുറം. പക്ഷെ 5 കൊല്ലം തന്നെയായി. 5 കൊല്ലത്തിന് മേലെയായി അല്ലേ രക്ഷ? പരമാവധി ഞാൻ ഇരുപശാലിന്റെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ നിൽക്കലില്ല. പിന്നെ ചില 1-2 ട്രിപ്പുകൾ ഒരു വിധത്തിൽ ഒഴിവാക്കി പോയിട്ടുണ്ട്. പക്ഷെ ഇരുപശാലിന്റെ ട്രിപ്പ് വരുമ്പോ എന്താ ഗുണമെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പൊ ഒരു കുടുംബം പോലെ ആയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി ഞാൻ ഇനിയും ഇരുപശാലിന്റെ ട്രിപ്പ് ഇപ്പം വിളിച്ചാലും വരാതിരിക്കൂല, അത് ഉറപ്പ്. പിന്നെ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അല്ല, അത് ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ എന്തായാലും വരുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. വേറൊരാളെ ട്രിപ്പ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ പോയി കവ ഞാൻ കട്ടാക്കും. പക്ഷെ കവ അത് നിങ്ങൾ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് കൊണ്ട് മാത്രമാണ് കവയിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ആദ്യം ഇന്നലെ ഇരുപശാലോട് ചോദിച്ചിട്ടുണ്ട്. ഇരുപശാല നമുക്ക് കവയോ കഴിക്കൂടെ? ഇരുപശാലോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കവ എങ്ങനെയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ആ ഒരു ടൈമിൽ നമുക്ക് കാണിക്കാന്നുള്ള ഒരു ഇത് കൊണ്ട് മാത്രമേ ഇന്ന് കവ പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ 10-15 കിലോമീറ്റർ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇരുപശാലിന്റെ ട്രിപ്പിൽ ഞാൻ ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്തു തരും. റൂം എല്ലാവർക്കും ഓക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമിന്റെ അതൊരു കാര്യമുണ്ട് പറഞ്ഞു. ഇരുപശാലിനോട് 2 മാസം മുന്നേ റൂം ചെയ്യണമെന്ന് പറഞ്ഞു, റൂമാക്കണമെന്ന് പറഞ്ഞ് ഞാനത് വിട്ട് ചെയ്യാം. പാലക്കാടല്ലേ, കുഴപ്പമില്ല ലെവലിൽ അങ്ങ് വിട്ട്. ഇരുപശാലിന് അന്ന് വിളിച്ചിട്ട് ചേട്ടാ റൂമാക്കിയിട്ടില്ലേ?
ഒരു 1.5 ആഴ്ച മുന്നേ. റൂം ആക്കിയിട്ടില്ലെന്ന് ചോദിച്ചിട്ട് എല്ലാവരുടെയും ഉള്ള റൂമിന് ക്രിസ്മസിന് പണ്ടേ ഉള്ളത് നല്ല റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ ഈ റൂമുകാരനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അയാളല്ല, നമുക്കിന്ന് കണ്ട ആളല്ല, അതിന്റെ ബാക്കിൽ ഒരാളുണ്ട്, അവിടെ തന്നെ ഒരു ചങ്ങാതിയുണ്ട്, അവൻ പോയി കണ്ട് സംസാരിച്ചിട്ടാണ് നമുക്ക് ഈ റൂമിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നത്. റൂമായിരിക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ. മൊത്തമായിട്ടൊരു ഫ്രീഡത്തിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഉള്ളിലോട്ട് എടുത്ത്. കുറച്ച് നടക്കേണ്ടി വന്നൊരു ബുദ്ധിമുട്ടുണ്ടാവും, അതെല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോ എല്ലാവർക്കും നന്ദി. ഇനി നമ്മളെ ക്ലീൻ ഇങ്ങോട്ട് സംസാരിക്കും. പറയാറില്ല, ഈ കുടുംബത്തിൽ അംഗമാകാൻ പറ്റിയത് ഏറ്റവും നന്ദി. എന്നെ പറഞ്ഞില്ലേ, ഈ കുടുംബത്തിൽ അംഗമാകാൻ പറ്റിയത്, ഈ സമയം വരെ അംഗം നിൽക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. എത്ര ഉണ്ടായി അതുപോലെ നല്ലോണം